Hi students, welcome to JEE Mains question discussion. അപ്പോൾ നമുക്ക് ഫിസിക്സിൻ്റെ പേപ്പർ നോക്കാം. അപ്പോൾ അതിൽ 25 ക്വസ്റ്റ്യൻ ആസ് യു നോ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റിൽ അത്ര വലിയ ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ കാര്യമായിട്ടില്ല. ഉണ്ട്, 1-2 നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈവൻ ആ 2-3 ക്വസ്റ്റ്യൻ ഒഴിവാക്കിയാൽ പോലും എങ്ങനെ പോയാലും ഒരു 20-ന് മുകളിൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും കറക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പഠിച്ചൊരു ലെവൽ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പേപ്പറാണിത്. അപ്പം നമ്മൾ ആക്ച്വലി എഴുതുന്ന ഈ വർഷവും അങ്ങനെ തന്നെയൊക്കെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അസേഷൻ, ആദ്യം തന്നെ ഒരു അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. വർക്ക് ഡൺ ഇൻ മൂവിങ് എ ടെസ്റ്റ് ചാർജ് ബിറ്റ്വീൻ 2 points inside a uniformly charged spherical shell is 0, no matter which path is chosen. ഒരു സ്പെറിക്കൽ ഷെല്ല് അത് യൂണിഫോംലി ചാർജ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലിന് അകത്ത് ഫീൽഡ് 0 ആണ്. ഫീൽഡ് 0 ആയതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരില്ല. സോ ദർ ഇസ് നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ അതൊരു ഇക്വി പൊട്ടൻഷ്യൽ വോളിയമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു ടെസ്റ്റ് ചാർജിനെ, അല്ലെങ്കിൽ നമ്മൾ ഏത് ചാർജ് ആയാലും നമ്മളൊരു ചാർജിനെ അതിനകത്ത് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ വർക്കിൻ്റെ ആവശ്യമില്ല, കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലല്ലോ. അപ്പോൾ വർക്കിൻ്റെ ആവശ്യമില്ല. സോ ഓട്ടോമാറ്റിക്കലി അസേഷൻ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. റീസൺ, electrostatic potential inside a uniformly charged spherical shell is constant and is same as that on the surface of the shell. അതിനല്ലേ നമ്മൾ പറഞ്ഞത്, അതിനകത്ത് ഫീൽഡ് ഇല്ലാത്തതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. സോ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ആ പൊട്ടൻഷ്യൽ സർഫസിലെ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് വർക്കിൻ്റെ ആവശ്യമില്ലാത്തത്. സോ റീസണും കറക്റ്റാണ്. സോ അസേഷനും റീസണും കറക്റ്റാണ്. കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ 2. സോ 26 ഓപ്ഷൻ 2. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 27 നോക്കാം. ഒരു റോഡ് ലീനിയർ മാസ് ഡെൻസിറ്റി ലാംഡ, L ലെങ്ത് ഉണ്ട്, 6 റേഡിയസ് ഉള്ളൊരു റിംഗ് ആയിട്ട് അതിനെ നമ്മൾ ബെൻഡ് ചെയ്തു. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിംഗ് എബൌട്ട് എനി ഓഫ് ഇറ്റ്സ് ഡയമീറ്റർ. ഒരു റിംഗ് അല്ലേ, ഡയമീറ്ററിൽ നമുക്കറിയാം റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. ഒരു റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അതിൻ്റെ സെൻറ്ററിൽ കൂടെ റിങ്ങിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് പാസ് ചെയ്യുന്ന ആക്സിസ്, ആ ആക്സിസിൽ റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ mr² ആണ്. പക്ഷേ ഡയമീറ്റർ ആക്സിസിലേക്ക് വരുമ്പോൾ റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ mr²/2 ആയിട്ട് മാറും ഡയമീറ്റർ ആക്സിസിലേക്ക് വരുമ്പോൾ. പക്ഷേ ഇവിടെ മാസിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമുക്കത് മാറ്റണം. അതുമാത്രമല്ല, ക്വസ്റ്റ്യനിൽ റേഡിയസ് 6 ഉണ്ടെങ്കിലും ഓപ്ഷനിലൊന്നും റേഡിയസ് 6 ഇല്ല. അപ്പോൾ നമുക്ക് റേഡിയസ് 6നെയും മാറ്റണം, മാസും മാറ്റണം. ഈ 2 ആൾക്കാരെ നമുക്ക് മാറ്റണം. അപ്പോൾ അതിനാദ്യം ഈ മാസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നീളത്തിലല്ലേ മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. റിംഗ് എന്ന് പറയുമ്പോൾ നീളമല്ലേ ഉള്ളൂ, നീളത്തിലല്ലേ മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഡെൻസിറ്റി ഇൻറ്റു നീളം, ഡെൻസിറ്റി ഇൻറ്റു നീളം. അപ്പോൾ അതായിരിക്കും മാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് മാസിൻ്റെ സ്ഥാനത്തൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ I ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു 2πr ഇൻറ്റു r²/2. ഓക്കെ, അപ്പോൾ ഈ 2 കട്ട് ചെയ്തിട്ട് നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I ഈസ് ഈക്വൽ ടു λ/r³ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഈ റേഡിയസ് 6നെ കൂടെ മാറ്റണം. L നീളമുള്ള റോഡിനെയാണ് നമ്മൾ റിങ്ങായിട്ട് മാറ്റിയത്. L നീളമുള്ള റോഡിനെയാണ് നമ്മൾ റിങ്ങായിട്ട് മാറ്റിയത്. അപ്പോൾ നമുക്ക് റേഡിയസ് 6 എന്ന് പറയുന്നത് L/2π എന്ന് എഴുതാം. റേഡിയസ് 6 എന്ന് പറയുന്നത് L/2π എന്ന് എഴുതാം. സോ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I ഈസ് ഈക്വൽ ടു λ/, ഈ r³ എന്നുള്ള സ്ഥാനത്ത് L³/2³ 8 π³ വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു λL³/8 π² എന്ന് വരും. λL³/8 π², λL³/8 π². ദാറ്റ് ഈസ് ഓപ്ഷൻ 4. 27 ഓപ്ഷൻ 4. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 28. 3 മീറ്റർ നീളമുള്ള ഒരു വയറുണ്ട്. അതിൻ്റെ റേഡിയസ് 3 മില്ലിമീറ്റർ ആണ്. വെർട്ടിക്കലി നമ്മളൊരു 50 കിലോഗ്രാം ലോഡ് അതിൽ വെച്ചപ്പോൾ അത് 0.1 മില്ലിമീറ്ററിന് എക്സ്റ്റൻഷൻ കാണിക്കുന്നുണ്ട്. യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്, പക്ഷേ അതാണ് ആക്ച്വലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. യങ്സ് മോഡുലസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്, F/A/Δ L/L.
നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ F ഇൻറ്റു എൽ ബൈ ഡെൽറ്റ എൽ ഇൻറ്റു എ. F ഇൻറ്റു എൽ ബൈ ഡെൽറ്റ എൽ ഇൻറ്റു എ. അപ്പോൾ അതാണ് നമ്മുടെ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ആ ഫോഴ്സിൻ്റെ സ്ഥാനത്ത് വെർട്ടിക്കലി ബൈ എ മാസ് ഓഫ് 50 കിലോഗ്രാം അല്ലേ, അപ്പോൾ അത് ലോഡിലേക്ക് മാറ്റുമ്പോൾ 500 ന്യൂട്ടൺ വരും. ആ വയറിന് 3 മീറ്റർ നീളമുണ്ട് ബൈ ഡെൽറ്റ എൽ എക്സ്റ്റൻഷൻ 0.1 മില്ലിമീറ്റർ ആണ്. സോ 0.1 ഇൻറ്റു അത് മീറ്റർ ആക്കാൻ ഇൻറ്റു 10⁻³ ഇൻറ്റു ഏരിയ പൈ ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയർ. റേഡിയസ് 3 മില്ലിമീറ്റർ ആണ്. അപ്പോൾ അത് സ്ക്വയർ ചെയ്യുമ്പം 3 മില്ലിമീറ്റർ മീറ്റർ ആക്കാൻ 3 ഇൻറ്റു 10⁻³ അതിൻ്റെ സ്ക്വയർ. ഓക്കെ. സോ യങ്സ് മോഡുലസ് y ഈസ് ഈക്വൽ ടു 500. ആ 3 അതുപോലെ കിടന്നോട്ടെ, കാരണം താഴെ 3 സ്ക്വയർ ഉണ്ടല്ലോ, അപ്പോൾ അതുമായിട്ട് കട്ട് ചെയ്യാൻ നമുക്കൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ 3 അതുപോലെ കിടന്നോട്ടെ. പിന്നെ ജിയെ ഒരു 3π എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് 500 എന്ന് എഴുതണ്ട, ഇവിടെ നമുക്ക് 500 എന്ന് എഴുതണ്ട കേട്ടോ. ജിയെ നമുക്ക് 3π എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഒരു പൈ ഇവിടെ ക്യാൻസലാവും. സോ 50/0.1 അത് നമുക്ക് 500 എന്ന് എഴുതാം. 50/0.1 അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ 500 എന്ന് എഴുതാമല്ലോ. സോ 500 ഇൻറ്റു 3 ഇൻറ്റു 3 9 ബൈ 10⁻³ ഇൻറ്റു 3 സ്ക്വയർ 9 ഇൻറ്റു 10⁻⁻6 9 കട്ടാവും. സോ ഫൈനലി 5 ഇൻറ്റു ഇത് 10⁻⁻9 അത് മോളിൽ പോകുമ്പോൾ 10⁻9 ഇൻറ്റു 10⁻11 ആവും. 10⁻11. ഓക്കെ, അപ്പോൾ പിയുടെ സ്ഥാനത്ത് 5 വന്നില്ലേ, പിയുടെ സ്ഥാനത്ത്. സോ 28 ഓപ്ഷൻ 1. ഇതും ഡയറക്റ്റ് ക്വസ്റ്റൻ അല്ലേ. അപ്പോൾ ഈ ഷിഫ്റ്റിൽ ആദ്യത്തെ 3 ക്വസ്റ്റനും നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റനാണ്. അപ്പോൾ നിങ്ങൾ എഴുതുന്ന ഷിഫ്റ്റിലും അങ്ങനെയൊക്കെ വരുള്ളൂ കേട്ടോ. കോൺഫിഡൻ്റ് ആയിട്ട് പഠിച്ചാൽ മതി. അടുത്തത്, ഒരു ഇലക്ട്രിക് ചാർജ് ഒരു ഇറഗുലർ ഷേപ്പുള്ള ഒരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓരോ പോയിന്റിലെയും സർഫസ് ചാർജ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഈ ഷാർപ്പ് പോയിൻ്റഡ് എൻഡ്സിൽ, സർഫസിൽ ഷാർപ്പ് പോയിൻ്റഡ് എൻഡ്സിൽ ചാർജ് അക്യുമുലേഷൻ കൂടുതലായിരിക്കും, അവിടെ ചാർജ് ഡെൻസിറ്റി കൂടുതലായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഓരോ ഓപ്ഷൻസായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ എയിൽ σ1 ഗ്രേറ്റർ ദാൻ σ3 കറക്റ്റാണ്. ഇതൊരു ഷാർപ്പ് പോയിൻ്റാണ്, പക്ഷേ ഇതൊരു കർവാണ്. അപ്പോൾ ഇവിടെ ചാർജ് ഡെൻസിറ്റി കൂടുതലായിരിക്കും, അത് കറക്റ്റാണ്. പിന്നെ ഇതൊരു ഈ 2ഉം 4ഉം ഒരേ റേഡിയസ് ഓഫ് കർവേച്ചറാണ് വരുന്നത്, കാരണം അതൊരു സർക്കിളിൻ്റെ ഭാഗമായിട്ടാണ് ആ 2ഉം 4ഉം കാണിച്ചിരിക്കുന്നത് ഫിഗറിൽ. അപ്പോൾ 2ഉം 4ഉം ഒരേ റേഡിയസ് ഓഫ് കർവേച്ചർ ആയതുകൊണ്ട് ആ രണ്ടിടത്തും ചാർജ് ഡെൻസിറ്റി സെയിം ആയിരിക്കും. അപ്പോൾ σ1 ഗ്രേറ്റർ ദാൻ σ3 കറക്റ്റാണ്, σ2 ഈക്വൽ ടു σ4 അതും കറക്റ്റാണ്. സോ എ ഒരു കറക്റ്റ് ആൻസറാണ്. ബി നോക്കിയാൽ σ1 ഗ്രേറ്റർ ദാൻ σ2 കറക്റ്റാണ്, കാരണം ഇതൊരു ഷാർപ്പ് എൻഡാണ്. അപ്പോൾ ഈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഈ 3 എണ്ണത്തിനേക്കാളും അത് കൂടുതലായിരിക്കും. അപ്പോൾ σ1 ഗ്രേറ്റർ ദാൻ σ2 കറക്റ്റാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ σ2ഉം σ4 അത് കറക്റ്റ് ഒരു സർക്കിളിൻ്റെ ഭാഗമാണെങ്കിലും ഇത് കുറച്ചുകൂടി കർവേച്ചർ കൂടി, കുറച്ചുകൂടെ കർവ്ഡാണിത്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ റേഡിയസ് കുറവാണ്, കുറച്ചുകൂടെ അത് കർവ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് കുറവാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ σ3 എന്ന് പറയുന്നത് σ2നേക്കാളും σ4നേക്കാളും കൂടുതലായിരിക്കും. സോ ഓപ്ഷൻ ബിയും കറക്റ്റാണ്. സോ ഓപ്ഷൻ സി σ1 ഗ്രേറ്റർ ദാൻ σ3 ഒബ്വിയസ്ലി അത് കറക്റ്റാണ്. σ1 ഇതെന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ കർവേച്ചറിൻ്റെ ഒരു ഓർഡറിൽ നോക്കുകയാണ്. ഇതാണ് ഏറ്റവും റേഡിയസ് കുറവ്, ഷാർപ്പ് പോയിൻ്റാണ്, റേഡിയസ് ടെൻസ് ടു 0 ആണ്. പിന്നെ ഇതാണ് ചെറിയ റേഡിയസ്, കർവ്ഡ്, കുറച്ചുകൂടെ കർവേച്ചർ കൂടുതലാണ്, കർവ്ഡാണ്. അപ്പം ഇതാണ് കൂടുതൽ ചാർജ് ഡെൻസിറ്റി. കർവേച്ചർ കുറഞ്ഞ് ഫ്ലാറ്റ് ആവുന്ന അനുസരിച്ച് ചാർജ് ഡെൻസിറ്റി കുറഞ്ഞു വരും. അപ്പോൾ ഇതിനേക്കാൾ ഇത് കുറച്ചുകൂടെ കർവേച്ചർ കുറവാണ്, ഫ്ലാറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനേക്കാട്ടിലും. അപ്പോൾ ഇതിനേക്കാൾ ഇവിടെ ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ ഈ 2 പേർക്ക് സെയിം ആയിരിക്കും, ഈ 2 പേരുടെയും വാല്യൂ ഈ 2നേക്കാൾ കുറവുമായിരിക്കും. ഓക്കെ, അപ്പോൾ അത് കറക്റ്റല്ലേ, ഓപ്ഷൻ സിയും കറക്റ്റാണ്. ഓപ്ഷൻ സിയും കറക്റ്റാണ്. നമ്മൾ ആ ഓർഡർ പറഞ്ഞു, ഓപ്ഷൻ സിയിൽ കറക്റ്റ് ഓർഡറാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഏറ്റവും ഷാർപ്പായിട്ട് വരുന്നത്, അതിനേക്കാൾ പിന്നെ കുറച്ച് ഷാർപ്പ്, ഇതാണ് ഏറ്റവും ഷാർപ്പ്, പിന്നെ ഇത് ഈ 2 പേരും സെയിമുമാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ചാർജ് ഡെൻസിറ്റി ഇവിടെ വരും, പിന്നെ ഇവിടെ ഇത് 2 സെയിമും ആയിരിക്കും. ഓക്കെ, കറക്റ്റ് ഓർഡറാണ് കാണിച്ചിരിക്കുന്നത്. 4-മത്തേത്
σ3 കൂടുതലെന്ന് പറയുന്നു. ഒരിക്കലുമല്ല. ഈ ഫിഗറിൽ ഏറ്റവും കൂടുതൽ വരുന്നത് σ1 ആണ്. അപ്പോൾ തന്നെ അത് തെറ്റി. ഓപ്ഷൻ ഡി തെറ്റാണ്. സോ നമുക്ക് പിന്നെ എല്ലാം ഈക്വലാന്ന് പറയുന്നത് അതും തെറ്റാണ്. സോ ഏത് വരും? എ, ബി ആൻഡ് സി ഉള്ളേ. ഓപ്ഷൻ 1 ആണ് ആൻസർ വരുന്നത്. 29 ഓപ്ഷൻ 1. എഗെയിൻ ഡയറക്റ്റ് ക്വസ്റ്റൻ അല്ലേ. ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ നമുക്ക് സുഖമായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. വെള്ളം ഒരു 200 മീറ്റർ ഹൈറ്റിൽ നിന്ന് വീഴുന്നു ഒരു പൂളിലേക്ക്. ടെമ്പറേച്ചർ റൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. വേറെ ഹീറ്റ് ഡിസിപ്പേഷൻ ഒന്നും ഇല്ല സറൗണ്ടിങ്ങിലേക്ക് എന്ന അസംഷനിൽ. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി mgh അതാണ് ഹീറ്റ് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നത്. സോ മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ഡെൽറ്റ ടി, ടെമ്പറേച്ചർ റൈസ്. മാസ് കട്ടായി പോവും. അപ്പോൾ ടെമ്പറേച്ചർ റൈസ് ഡെൽറ്റ ടി എന്ന് പറയുന്നത് GH/S എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു G10 എന്നെടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് 200 മീറ്റർ ആണ് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. ബൈ സ്പെസിഫിക് ഹീറ്റ് 4200. അപ്പോൾ 2 സീറോസ് കട്ട് ചെയ്യാം. 2 42. സോ ദാറ്റ് ഈസ് 21. സോ 10/21. 10/21 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 0.5 അടുത്തുള്ളൊരു വാല്യൂ വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ 4. ദാറ്റ് ഈസ് ഓപ്ഷൻ 4. ക്വസ്റ്റ്യൻ നമ്പർ 30 ഓപ്ഷൻ 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 31. റയോപ്റ്റിക്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മളിപ്പോൾ ഓൾറെഡി 2 ക്വസ്റ്റ്യൻ, ആദ്യത്തെ ഇതിപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ ആയതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഓൾറെഡി 2 ക്വസ്റ്റ്യൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്നായി കഴിഞ്ഞു. റയോപ്റ്റിക്സിൽ നിന്ന് വരുന്ന ആദ്യത്തെ ചോദ്യമാണ് എ കോൺകേവ് കോൺവെക്സ് ലെൻസ്. കോൺകേവ് കോൺവെക്സ് ആക്ച്വലി നമ്മൾ പഠിക്കുന്ന കോൺകേവോ കോൺവെക്സ് ഇല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാരണം എപ്പോഴും അതിൻ്റെ ഫാമിലി നെയിം, ഏത് ഫാമിലിയിലാണ് ബേസിക്കലി അത് വരുന്നത്, അതാണ് അവസാനം പറയുന്ന പേര്. അപ്പോൾ കോൺകേവ് കോൺവെക്സ്, അപ്പോൾ കോൺവെക്സ് ഫാമിലി പെട്ടതാണ്. കോൺവെക്സ് ഫാമിലി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ലെൻസിന് സെൻറ്റർ തിക്നെസ് കൂടുതലും എഡ്ജിൽ തിക്നെസ് കുറവുമായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ഉണ്ട്. റേഡിയോ ഓഫ് കർവേച്ചർ ഓഫ് ഇറ്റ് സർഫസസ് 30-20 ആണ്. കോൺകേവ് സർഫസ് അപ്വേർഡ്സ് വരുന്ന രീതിയിൽ വെച്ചു. എന്നിട്ട് അതിനകത്തൊരു ലിക്വിഡ് ഫില്ല് ചെയ്തു. ഓക്കെ, എന്നുവെച്ചാൽ അത് ആക്ച്വലി ഇതാണ് നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത്. ഇതാണ് ലെൻസ്. അതിൻ്റെ കോൺകേവ് സർഫസ് അപ്വേർഡ്സ് വരുന്ന രീതിയിൽ ഇങ്ങനെയാണ് അത് വെച്ചിരിക്കുന്നത്. കോൺകേവ് സർഫസ് അപ്വേർഡ്സ് വരുന്ന രീതിയിൽ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിനകത്തൊരു ലിക്വിഡ് ഫില്ല് ചെയ്തു. ഒരു ലിക്വിഡ് ഫില്ല് ചെയ്തു. ഇതാണ് സാധനം. സോ ആക്ച്വലി ഇപ്പോൾ നമുക്കത് കണ്ടാൽ മനസ്സിലായി ഈ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ നമ്മൾ കുറേ ചെയ്തതാണ്. ഇതൊന്നും കാണിച്ച് നമ്മളെ ആരും പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ലെൻസിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5ഉം അതിനകത്ത് വെച്ചിരിക്കുന്ന ലിക്വിഡിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.3ഉം ആണ്. അപ്പോൾ ഇത് നമുക്കൊരു R1 എന്നെടുക്കാം, 30. ആൻഡ് ഈ സർഫസിൻ്റെ റേഡിയസ് നമുക്ക് R2 എന്നെടുക്കാം, ദാറ്റ് ഈസ് 20. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി 2 ലെൻസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഏതൊക്കെയാണ്? ഒന്ന്, ഈ ലിക്വിഡ് ഒരു പ്ലെയിനോ കോൺവെക്സ് ലെൻസായിട്ട് ആക്ട് ചെയ്യും. പിന്നെ നമ്മുടെ ആക്ച്വൽ ലെൻസ് ഉണ്ട്, കോൺകേവോ കോൺവെക്സ് ലെൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 ലെൻസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ ലിക്വിഡ് അത് പ്ലെയിനോ കോൺവെക്സ് ലെൻസായിട്ടല്ല ആക്ട് ചെയ്യുന്നത്, അതിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം. പ്ലെയിനോ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ R/n-1 ആണ്. ഓക്കെ, R/n-1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിലേ ആദ്യം പറഞ്ഞിരിക്കുന്നത് 30 അല്ലേ. സോ അപ്പം മുകളിലത്തെ സർഫസ് അപ്പോൾ ഇതായിരിക്കും 30. ആദ്യം പറഞ്ഞിരിക്കുന്നത് 30 അല്ലേ. സോ ദിസ് ഈസ് 30 ആൻഡ് ദിസ് ഈസ് 20. ഓക്കെ, R/n-1. സോ അതിൽ ആറിൻ്റെ സ്ഥാനത്ത് 30 ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n, ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.3 -1. സോ F1 ഈസ് ഈക്വൽ ടു 30 ബൈ 0.3, ദാറ്റ് ഈസ് 300/3 വരും, വിച്ച് ഈസ് 100. അപ്പോൾ ഇത് ഫോക്കൽ ലെങ്ത് F1 ഫോക്കൽ ലെങ്ത് 100 വന്നു. F1 ഫോക്കൽ ലെങ്ത് 100 വന്നു. ഈ 2 കോൺകേവോ കോൺവെക്സ് ലെൻസിൻ്റെ 1/F2 ഈസ് ഈക്വൽ ടു n-1. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. 1.5 - 1 ഇൻറ്റു 1/R1ൻ്റെ സ്ഥാനത്ത്. അപ്പോൾ നമുക്ക് ഇൻസിഡൻറ്റ് ലൈറ്റ് ഇങ്ങനെയാണെന്ന് അസ്യൂം ചെയ്താൽ
R1 നെഗറ്റീവാണ്, R2 നെഗറ്റീവാണ്. രണ്ടും ഇൻസിഡൻറ്റ് ലൈറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. R1 നെഗറ്റീവാണ്, R2 നെഗറ്റീവാണ്. സോ R1 ദാറ്റ് ഈസ് -30, മൈനസ് ഓഫ് മൈനസ് ഇത് പ്ലസ് ആവും ബൈ 1/20. 1/R1 മൈനസ് 1/R2 അല്ലേ. അപ്പോൾ R1 നെഗറ്റീവാണ്, R2 പോസിറ്റീവാണ്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് ഇത് പ്ലസ് ആവും. സോ 1/F2 ഈസ് ഈക്വൽ ടു, so 1.5 minus 1, that will become 0.5 into 1/20 minus 1/30. So 1/F2 is equal to 0.5 into 30 minus 20, അത് 10 വരും, താഴെ 600 വരും. ഓക്കെ, ഒരു 0 കട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് F2 ഈസ് ഈക്വൽ ടു 120 വരും. F2 ഈസ് ഈക്വൽ ടു, അപ്പോൾ കോൺകേവോ കോൺവെക്സ് ലെൻസ് 120 വരും. കോൺകേവോ കോൺവെക്സ് ലെൻസ് 120 വരും. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് ഫോക്കസ് 1/F എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1/F1 പ്ലസ് 1/F2. സോ ദാറ്റ് ഈസ് 1/F ഈസ് ഈക്വൽ ടു 1/F1 ദാറ്റ് ഈസ് 1/100 പ്ലസ് 1/120. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 120 പ്ലസ് 100, 220 by 100 into 120. അപ്പോൾ നമുക്ക് ഒരു 0 കട്ട് ചെയ്യാം. പിന്നെ 2 വെച്ച് കട്ട് ചെയ്താൽ 11 വരും, 6 വരും. സോ F ഈസ് ഈക്വൽ ടു 600/11. F ഈസ് ഈക്വൽ ടു 600/11. ദാറ്റ് ഈസ് ഓപ്ഷൻ 4. ഓപ്ഷൻ 4 വരും. നല്ലൊരു ചോദ്യമാണ്. സാധാരണ ഇങ്ങനെ കോൺകേവോ കോൺവെക്സ് അങ്ങനെയൊക്കെ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സാധാരണ ചെയ്യുന്ന കുറവാണ്. കൂടുതലും പ്ലെയിനോ കോൺവെക്സ്, പ്ലെയിനോ കോൺകേവ്, ഇക്വി കോൺവെക്സ്, ഇക്വി കോൺകേവ്, പിന്നെ അല്ലെങ്കിൽ കോൺവെക്സും കോൺകേവും രണ്ട് സൈഡും റേഡിയസ് ഡിഫറൻറ്റ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഈ കോൺകേവോ കോൺവെക്സ് അല്ലെങ്കിൽ കോൺവെക്സോ കോൺകേവ് അങ്ങനെയൊക്കെ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് റെയറാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ അപ്വേർഡ്സ് ആയിട്ടിരിക്കുന്നു, കോൺകേവ് സർഫസ് അപ്വേർഡ്സ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ അതിൽ റേഡിയസ് ഓഫ് ഇറ്റ് സർഫസസ് ആർ 30 and 20. അപ്പോൾ നമ്മൾ ആദ്യത്തെ സർഫസ് ഇതല്ലേ, നമ്മളിങ്ങനെ മുകളിലേക്ക് ഇരിക്കുകയല്ലേ, അപ്പോൾ ആദ്യത്തെ സർഫസ് ഇത്, അപ്പോൾ അതാണ് അത് റേഡിയസ് 30, അടുത്ത 20, അങ്ങനെ ആ ഓർഡറിൽ അങ്ങ് എടുത്താണ് കേട്ടോ. സോ ആൻസർ 600/11 വരും, ഓപ്ഷൻ 4. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇൻഫിനിറ്റ്ലി ലോങ് വയറുണ്ട്. യൂണിഫോം ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ 2 നാനോ കൂളംബ് പെർ മീറ്റർ. അപ്പോൾ ഒരു ഗോഷ്യൻ ക്യൂബ് ഉണ്ട്, അതിൻ്റെ സൈഡ് √3 സെൻറ്റിമീറ്റർ ആണ്. ആ ബോഡി ഡയഗണലിൽ കൂടിയാണ് ആ ക്യൂബിൻ്റെ അത് പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫ്ലക്സ് എക്സ് ആണെങ്കിൽ ആ നെറ്റ് ഫ്ലക്സ് എന്തായിരിക്കും എന്നാണ് അവർ ചോദിക്കുന്നത്. സോ ഓക്കെ, അപ്പോൾ ഒരു ക്യൂബ് അപ്പോൾ ഈ ക്യൂബിൻ്റെ ബോഡി ഡയഗണലിൽ കൂടിയാണ് അത് പാസ് ചെയ്യുന്നത്, ആ ക്യൂബിൻ്റെ ബോഡി ഡയഗണൽ. അപ്പോൾ ഈ 2 പോയിൻറ്റ്സ് എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണത് പാസ് ചെയ്യുന്നത്. അപ്പോൾ ക്യൂബിൻ്റെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ലൈൻ ചാർജ് പാസ് ചെയ്യുന്നത്. ക്യൂബിൻ്റെ സൈഡ് എ ആണെടുത്താൽ ഈ ഫേസ് ഡയഗണൽ √2a വരും. അപ്പം √(a² പ്ലസ് √2a അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൈതഗോറസ് തിയറം അപ്ലൈ അല്ല. അപ്പോൾ ബോഡി ഡയഗണൽ നമുക്ക് √3a എന്ന് വരും. ബോഡി ഡയഗണൽ √3a എന്ന് വരും. സോ ആ ബോഡി ഡയഗണലിൻ്റെ നീളം √3a ആണ്. ആ ബോഡി ഡയഗണലിൻ്റെ നീളം √3a ആണ്. അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് ഈസ് ഈക്വൽ ടു ലെങ്ത്ത് ഇൻറ്റു ചാർജ് ഡെൻസിറ്റി, നീളത്തിലല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു ഈ സൈഡ് ലെങ്ത്ത് എ എന്ന് പറയുന്നത് √3 സെൻറ്റിമീറ്റർ ആണ്. സോ √3 ഇൻറ്റു മീറ്റർ ആക്കാൻ ഇൻറ്റു 10⁻⁻², പിന്നെ ഇൻറ്റു 2 നാനോ കൂളംബ് പെർ മീറ്റർ ആണ്. ഇൻറ്റു 2 ഇൻറ്റു നാനോ കൂളംബ്, അപ്പോൾ ഇൻറ്റു 10⁻⁻9. അപ്പോൾ ചാർജ് Q ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു √3 3 വരും, 3 ഇൻറ്റു 2 6, അപ്പോൾ 6 ഇൻറ്റു 10⁻⁻11. അതാണ് ചാർജ് എൻക്ലോസ്ഡ്. അപ്പോൾ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ε0, അതാണ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ε0. അപ്പോൾ നമുക്ക് ഈ
1/4 pi epsilon 0 1/4 pi epsilon 0 അത് 9 × 10⁻⁹ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ 10⁻⁻9/36 പൈ എന്ന് പറയാം. അതാണ് എപ്സിലോൺ 0. സോ ഇവിടെ ക്യൂവിൻ്റെ വാല്യൂ 6 × 10⁻⁻11 ബൈ എപ്സിലോൺ 0 10⁻⁻9/36 പൈ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതിൽ 36 × 6 216 വരും. 36 × 6 216 വരും ഇൻറ്റു പൈ ഇൻറ്റു 10⁻⁻². സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.16 പൈ വരും. 2.16 പൈ വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ 4. 32 ഓപ്ഷൻ 4. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ചെയ്യുന്ന മൂന്നാമത്തെ ചോദ്യമാണ്. ഓക്കെ, നൗ ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 33. അപ്പം നമ്മുടെ സെമി കണ്ടക്ടറിൽ നിന്ന് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. സെമി കണ്ടക്ടറിൽ നിന്ന് ആദ്യത്തെ ചോദ്യമാണ്. ഈ തന്നിരിക്കുന്ന കേസിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് വരുമെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ ഇത് +5 ആണ്, പക്ഷേ ഇത് റിവേഴ്സ് ബയാസ്ഡ് അല്ലേ? ഇത് റിവേഴ്സ് ബയാസ്ഡ് ആണ്. അപ്പോൾ ഇത് റിവേഴ്സ് ബയാസ്ഡ് ആയതുകൊണ്ട് D1 കണ്ടക്ട് ചെയ്യില്ല. പക്ഷേ ഇത് +5, ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫോർവേഡ് ബയാസ്ഡാണ്. D2 ഫോർവേഡ് ബയാസ്ഡാണ്. D2 ഫോർവേഡ് ബയാസ്ഡ് ആയതുകൊണ്ട് അത് കണ്ടക്ട് ചെയ്യും. സോ അത് കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് വരും? 0 വരും. ഔട്ട്പുട്ട് വോൾട്ടേജ് 0 വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ 2. ക്വസ്റ്റ്യൻ നമ്പർ 33 ഓപ്ഷൻ 2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 34. എഗെയിൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ യൂണിറ്റ് എക്സാം എഴുതുന്ന പോലെ ആയിപ്പോയി അല്ലേ? 2 മെറ്റൽ സ്പിയേഴ്സ് 6ഉം 3r ആണ് റേഡിയസ്. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഇഫ് ദേ ആർ ബ്രോട്ട് ഇൻ കോണ്ടാക്ട്. ഓക്കെ, അപ്പം മെറ്റൽ സ്പിയേഴ്സ് അതിൻ്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം V ഈസ് ഈക്വൽ ടു 1/4 pi epsilon 0 1/4 pi epsilon 0 Q/R. ഇതാണ് അവരുടെ സ്പിയറിൻ്റെ റേഡിയസ്. ഞാൻ സ്മോൾ ലെറ്റർ ആർന്ന് എടുക്കുകയാണ്. സ്പിയറിൻ്റെ റേഡിയസ് ഇതാണ് സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാർജ് എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു സർഫസ് ഏരിയ, സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു സർഫസ് ഏരിയ ബൈ 4 pi epsilon 0 ഇൻറ്റു R. 4 pi കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാറും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ വാട്ട് വി ആർ ഗെറ്റിംഗ് ഇറ്റ് സിഗ്മ R ബൈ എപ്സിലോൺ 0 വെർ R ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്പിയർ. ഇതാണ് സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 മെറ്റൽ സ്പിയേഴ്സ് ഉണ്ട്. റേഡിയസ് 6ഉം 3r സെയിം സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. 2 പേരുടെയും സർഫസ് ചാർജ് ഡെൻസിറ്റി സെയിം ആണ്. ഇഫ് ദേ ആർ ബ്രോട്ട് ഇൻ കോണ്ടാക്ട് ആൻഡ് ദെൻ സെപ്പറേറ്റഡ്, the surface charge density on the smaller and bigger sphere becomes. ഓക്കെ, അപ്പം കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവർ ഒരേ പൊട്ടൻഷ്യലാവും. അപ്പോൾ ഒരേ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 2 പേരുടെയും സിഗ്മ ഇൻറ്റു R സെയിം ആയിരിക്കണം. 2 പേർക്കും സിഗ്മ ഇൻറ്റു R സെയിം ആയിരിക്കണം. എപ്സിലോൺ 0 എനിവേ അതൊരു കോൺസ്റ്റൻ്റ് അല്ലേ? അപ്പോൾ ആ 2 സ്പിയർ കോണ്ടാക്റ്റ് വന്നു കഴിയുമ്പോൾ ആ 2 സ്പിയറിനും സിഗ്മ ഇൻറ്റു R ഒരു സെയിം ആയിരിക്കണം, കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കണം. 2 പേർക്കും സെയിം വാല്യൂ ആയിരിക്കണം. അപ്പം സിഗ്മ 1 R1 ഈസ് ഈക്വൽ ടു സിഗ്മ 2 R2. അപ്പോൾ ഒരു സർഫസ് ചാർജിൻ്റെ സ്മോളർ, അപ്പോൾ ആദ്യത്തേത് സ്മോളറാണ്, അപ്പോൾ R1ൻ്റെ സ്ഥാനത്ത് 6 വരും. സിഗ്മ 2 ഇൻറ്റു R2ൻ്റെ സ്ഥാനത്ത് 3R വരും. സോ ഓട്ടോമാറ്റിക്കലി ക്യാപിറ്റൽ R കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ 1 ബൈ സിഗ്മ 2 ഈസ് ഈക്വൽ ടു 3 എന്ന് വരും. is equal to 3. That is option 4. 34 option 4. Okay. Question number 35. ഒരു ക്വാണ്ടിറ്റി Q അതിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇത് y⁻² 3/2 ആണ്. z⁻² 2/5 ആണ് കേട്ടോ. z⁻² -2/5 ആണ്. ഇതിങ്ങനെയാണ് ക്വസ്റ്റിന്. പിന്നെ ഫ്രാക്ഷണൽ എറേഴ്സും തന്നിട്ടുണ്ട്. മാക്സിമം ഫ്രാക്ഷണൽ എറർ ഇൻ ക്യൂവിൻ്റെ മാക്സിമം ഫ്രാക്ഷണൽ എറർ എന്ത് വരുമെന്നാണ് ചോദ്യം. സോ ദാറ്റ് ഈസ് 2 × Δ x/x
പ്ലസ് 3/2 മാക്സിമം എറർ അല്ലേ ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ എല്ലാം ആഡ് ചെയ്യണം. 3/2 ഇൻറ്റു ഡെൽറ്റ y/y പ്ലസ് 2/5 ഇൻറ്റു ഡെൽറ്റ z/z. സോ 2 ഇൻറ്റു ഡെൽറ്റ എക്സ് ബൈ എക്സ് അത് 0.1 ആണ്, അത് 0.1 ആണ്, പ്ലസ് 3/2 ഇൻറ്റു ഡെൽറ്റ y/y അത് 0.2 ആണ്, അത് 0.2 ആണ്, പ്ലസ് 2/5 ഇൻറ്റു ഡെൽറ്റ z/z അത് 0.5 ആണ്, അത് 0.5 ആണ്. ഓക്കെ, സോ ഫൈനലി ഇറ്റ് വിൽ ബിക്കം 0.2 പ്ലസ് 2ഉം 0.2, അപ്പോൾ 0.1 വരും, ദാറ്റ് വിൽ ബിക്കം 0.3 പ്ലസ് 0.2. സോ യുവർ ആൻസർ ഈസ് 0.7 വരും. മാക്സിമം ഫ്രാക്ഷണൽ എറർ 0.7 വരും, ദാറ്റ് ഈസ് ഓപ്ഷൻ 3, 35 ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. ഒരു മോണോ ആറ്റോമിക് ഗ്യാസ്, അതിൻ്റെ ഗാമ തന്നിട്ടുണ്ട്, ഗാമ 5/3 ആണ്, തെർമലി ഇൻസുലേറ്റഡ്, സോ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല, അപ്പോൾ അഡയബാറ്റിക് ആണ്. ആൻഡ് ദ ഗ്യാസ് ഈസ് സഡൻലി കംപ്രസ്ഡ് 1/8 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വോളിയം. റേഷ്യോ ഓഫ് ഫൈനൽ പ്രഷർ ആൻഡ് ഇനീഷ്യൽ പ്രഷർ ഈസ്, റേഷ്യോ ഓഫ് ഫൈനൽ പ്രഷർ ആൻഡ് ഇനീഷ്യൽ പ്രഷർ ഈസ്, അതെന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് P1 V1 റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു P2 V2 റേസ് ടു ഗാമ. അപ്പോൾ P2 ബൈ P1 എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ അത് V1 ബൈ V2 റേസ് ടു ഗാമയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു V1 ബൈ V2. V1 എന്താണ്, അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഗ്യാസ് ഇസ് സഡൻലി കംപ്രസ്ഡ് 1/8 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വോളിയം. സോ V1 ബൈ V2 എന്ന് പറയുന്നത് V1 ബൈ 8 ആണ്. ഫൈനൽ വോളിയം 1/8 ടൈംസ് ആയിട്ട് കംപ്രസ് ആയില്ലേ, റേസ് ടു ഗാമ, സോ ദാറ്റ് ഈസ് 8 റേസ് ടു ഗാമ. 8 റേസ് ടു ഗാമ എന്ന് പറഞ്ഞാൽ 8 റേസ് ടു 5/3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ക്യൂബ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 2 വരും, അപ്പോൾ 2 റേസ് ടു 5 വരും. ഐ തിങ്ക് ദാറ്റ് ഈസ് 32. ദാറ്റ് ഈസ് ഓപ്ഷൻ 3. 36 ഓപ്ഷൻ 3. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ചെയ്യുന്നൊരു സിമ്പിൾ ചോദ്യം. ഓക്കെ, ഗോയിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 12ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 12 ക്വസ്റ്റ്യൻ ആയപ്പോൾ തന്നെ ഇപ്പം റയോപ്റ്റിക്സ് ചെയ്യുന്ന 2ാമത്തെ ചോദ്യമാണ്. ഐ തിങ്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എനിക്ക് തോന്നുന്നൊരു 3-4 ക്വസ്റ്റ്യൻ ഓൾറെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ചോദ്യത്തിൽ പകുതി ചോദ്യത്തോളം 2 ചാപ്റ്ററിൽ നിന്നാണ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് റയോപ്റ്റിക്സ്. 37. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാ ഷിഫ്റ്റിനും അങ്ങനെ ആയിരിക്കുമെന്നല്ല, ഈ ഒരു ഷിഫ്റ്റിൽ അങ്ങനെയാണ് എന്നേ ഉള്ളൂ. വേറെ ഷിഫ്റ്റ് ചിലപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് ഒരു ചോദ്യം, റയോപ്റ്റിക്സിൽ നിന്ന് ഒരു ചോദ്യമൊക്കെ കാണത്തുള്ളായിരിക്കും. ഒരു കോൺവെക്സ് ലെൻസ്, ഫോക്കൽ ലെങ്ത് 30, പ്ലേസ്ഡ് ഇൻ കോൺടാക്ട് വിത്ത് എ കോൺകേവ് ലെൻസ്, ഫോക്കൽ ലെങ്ത് 20, ആൻഡ് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് 20 cm ലെഫ്റ്റ് ഓഫ്. ഓക്കെ, വീണ്ടും എഫക്റ്റീവ് ഫോക്കസ് കണ്ടുപിടിച്ച് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ നേരത്തെ റയോപ്റ്റിക്സിൽ നിന്ന് ചെയ്ത ക്വസ്റ്റ്യനും അങ്ങനെ തന്നെയായിരുന്നു, എഫക്റ്റീവ് ഫോക്കസ് കണ്ടുപിടിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. ഇതും അതുമായിട്ട് തന്നെ കണക്റ്റഡ് ആണ്. അപ്പോൾ എഫക്റ്റീവ് ഫോക്കസ് 1/f ഈസ് ഈക്വൽ ടു 1/f1 30. രണ്ടാമത്തെ കോൺകേവ് ആണ്, അപ്പം മൈനസ് വരും കോൺകേവ്, അപ്പോൾ 1/f1 പ്ലസ് 1/f2. സോ 1/f ഈസ് ഈക്വൽ ടു 20, സോ -10/600. സോ എഫക്റ്റീവ് ഫോക്കസ് -60 വരും. അപ്പോൾ നമ്മുടെ ഈ 2 ലെൻസും കൂടെ ചേർന്നാലേ 60 ഫോക്കസ് ഉള്ള ഒരു കോൺകേവ് ലെൻസിനെ പോലെയാണ് നമ്മുടെ ഈ 2 ലെൻസും കൂടെ ചേർന്ന് ആക്ട് ചെയ്യുന്നത്. ആ ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 20 cm മാറിയാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. സോ 1/v മൈനസ് 1/u ഈക്വൽ ടു 1/f, തിൻ ലെൻസ് ഫോർമുല. സോ 1/v, ലെൻസിൻ്റെ ഫ്രണ്ടിൽ ഒരു റിയൽ ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവ് വരും. സോ പ്ലസ് 1/20 ഈസ് ഈക്വൽ ടു മൈനസ് 1/60. സോ 1/v ഈസ് ഈക്വൽ ടു, മൈനസ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 1/20 പ്ലസ് 1/60. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 1/v ഈക്വൽ ടു 80/60 ഇൻറ്റു 20. 20യും 80യും 4 അല്ലേ. സോ v ഈസ് ഈക്വൽ ടു -15 വരും. v ഈസ് ഈക്വൽ ടു -50, ദാറ്റ് ഈസ് ഓപ്ഷൻ 4. അപ്പോൾ ഇമേജ് ആക്ച്വലി
ലെഫ്റ്റ് സൈഡിൽ തന്നെ ലെൻസിൻ്റെ ഫ്രണ്ടിൽ തന്നെ വരുന്നത് ഒരു വെർച്വൽ ഇമേജാണ്. അല്ലെങ്കിലും വെർച്വൽ ഇമേജ് ആയിരിക്കണമല്ലോ, കാരണം ഇതൊരു കോൺകേവ് ലെൻസായിട്ടല്ല ആക്ട് ചെയ്യുന്നത്. ഒരു കോൺകേവ് ലെൻസിൻ്റെ ഫ്രണ്ടിൽ ഒരു റിയൽ ഒബ്ജക്റ്റ് നമ്മൾ എവിടെ വെച്ചാലും യു വിൽ ഗെറ്റ് എ വെർച്വൽ എറക്റ്റ് ഡിമിനിഷ്ഡ് ഇമേജ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ഒപ്റ്റിക് സെൻറ്റർ. അങ്ങനെയല്ലേ? അപ്പോൾ പിന്നെ ഫ്രണ്ടിൽ 15 സെൻറ്റിമീറ്റർ ഇങ്ങനെ വന്നല്ലേ പറ്റും. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 4. 37 ഓപ്ഷൻ 4. നെക്സ്റ്റ് വേവ്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. 2 സ്ട്രിങ് ഉണ്ട്, സർക്കുലർ ക്രോസ് സെക്ഷനാണ്, സെയിം മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, സെയിം ടെൻഷനാണ്, ട്രാൻസ്വേഴ്സ് വേവ് രണ്ടിൽ കൂടെയും പാസ് ചെയ്തു. ഇപ്പോൾ രണ്ടിൽ കൂടെയും പോകുമ്പോൾ ഉള്ള വെലോസിറ്റിയുടെ റേഷ്യോ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി ഇക്വേഷൻ V = √ സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ T/μ. മ്യൂ എന്ന് പറഞ്ഞാൽ ലീനിയർ മാസ് ഡെൻസിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു √T/. ഈ ലീനിയർ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത്താണ്. ഈ ലീനിയർ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് പെർ. അപ്പോൾ നമുക്ക് ഈ വോളിയം ഡെൻസിറ്റി റോ എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത്ത്. അതിൽ ഈ വോളിയം മാസ് ഡെൻസിറ്റി റോ എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത്താണ് മ്യൂ ബൈ എ. അപ്പോൾ ഈ ലീനിയർ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ A ഇൻറ്റു റോയാണ്. അപ്പോൾ ഈ മ്യൂവിനെ നമുക്ക് A ഇൻറ്റു റോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ V = √T/, ഈ A എന്ന് വെച്ചാൽ πr², π ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയർ, πr² ഇൻറ്റു റോ. 2 സ്ട്രിങ്ങിൻ്റെ മെറ്റീരിയൽ സെയിം ആയതുകൊണ്ട് വോളിയം ഡെൻസിറ്റി റോ സെയിം ആയിരിക്കും. ഒരേ ടെൻഷനാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുമുണ്ട്. സോ ആ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പ്രപ്പോർഷണൽ 1 റേഡിയസ് ആയിരിക്കും. സോ V1/V2 എന്ന് പറഞ്ഞാൽ അത് R2/R1 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു, രണ്ടാമത്തേത് റേഡിയസ് R/2, ആദ്യത്തേത് റേഡിയസ് R1 ആണ്. സോ യുവർ റേഷ്യോ വിൽ ബിക്കം 1/2 വരും. റേഷ്യോ 1/2 വരും. അല്ല, V1/V2 ആണ് 1/2. അപ്പോൾ V2/V1 അതാണ് ചോദ്യം. V2/V1 അത് 2 വരും. ഓപ്ഷൻ 2. 38 ഓപ്ഷൻ 2. അപ്പോൾ വേവ്സിൽ നിന്ന് ഒരു ചോദ്യം വന്നിട്ടുള്ളൂ ഇതുവരെ നമ്മൾ നോക്കിയതിൽ. ഓക്കെ, മൂവിങ് ചാർജ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മാഗ്നറ്റിസത്തിൽ നിന്നും മൂവിങ് ചാർജിൽ നിന്നും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു, ഐ തിങ്ക്. എനിവേ, മൂവിങ് ചാർജിൽ നിന്ന് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഫിഗർ ഷോസ് എ കറണ്ട് ക്യാരിങ് സ്ക്വയർ ലൂപ്പ് ABCD of edge length is A lying in a plane. If the resistance of the loop ABC, അപ്പോൾ ഈ പാർട്ടിൻ്റെ റെസിസ്റ്റൻസ് R-ഉം ഇത് 2R ആണ്. അപ്പോൾ സെൻറ്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് വരുമെന്നാണ് ചോദ്യം. അപ്പോൾ റെസിസ്റ്റൻസ് നോക്കിയാലേ ഇത് R-ഉം ഇത് 2R അല്ലേ. അപ്പോൾ 1:2 റേഷ്യോയിൽ കറണ്ട് ഡിവൈഡ് ആവണം. 1:2 റേഷ്യോയിൽ കറണ്ട് 1:2 റേഷ്യോ എന്ന് പറഞ്ഞാൽ I 1:2 ഡിവൈഡ് ആയാൽ ഒന്ന് I/3 വരണം, മറ്റേത് 2I/3 വരണം അല്ലേ. അപ്പോൾ അതിൽ റെസിസ്റ്റൻസ് കുറഞ്ഞിടത്തോടായിരിക്കും കൂടുതൽ കറണ്ട് പോകുന്നത്. അപ്പം ABC ആണ് റെസിസ്റ്റൻസ് കുറവ്. സോ ദാറ്റ് മീൻസ് അവിടെ കറണ്ട് കൂടുതൽ പോകും. അപ്പോൾ I1 2I/3 I2 I/3 ആയിരിക്കും. I1 2I/3 I2 I/3 ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരാനേ പറ്റുള്ളൂ. അത് ഓക്കെ. ഇനി നമുക്കൊരു സ്ക്വയർ ലൂപ്പ്, നമ്മളൊരു സ്ക്വയർ ലൂപ്പ് എടുത്താൽ ആ സ്ക്വയർ ലൂപ്പിൻ്റെ സെൻറ്ററിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ, ഒരു സ്ക്വയർ ലൂപ്പ് എടുത്താൽ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ B = μ0I/4πr. എന്ന് പറയുമ്പം ഇപ്പോൾ നമുക്ക് ഒരു കണ്ടക്ടർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ഈ പോയിൻറ്റിലേക്കുള്ള ദൂരം സ്ക്വയറിൻ്റെ സൈഡിൻ്റെ പകുതിയാണ്. സോ ദാറ്റ് ഈസ് A/2, സ്ക്വയറിൻ്റെ സൈഡിൻ്റെ പകുതി, ഇൻറ്റു sin α + sin β. സോ ആൽഫ ബീറ്റ അത് രണ്ടും 45 ആണ്. അപ്പോൾ sin 45 + sin 45 1/√2 + 1/√2 2/√2 which is √2 എന്ന് വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് 2√2 μ0I/4πa. അപ്പോൾ കംപ്ലീറ്റ് സ്ക്വയർ ഉണ്ടെങ്കിൽ സെൻറ്ററിൽ വരുന്ന ഫീൽഡ് ഇതാണ്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ
ഇതൊരു പകുതി സ്ക്വയർ, ഇതും പകുതി സ്ക്വയറേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പകുതി മതി നമുക്ക്. അപ്പോൾ പകുതി ഉള്ളെങ്കിൽ ആ ഫീൽഡ് എന്ന് പറയുമ്പം ഇതിൻ്റെ പകുതി വരണം. ദാറ്റ് ഈസ് √2 μ0I/4πa. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ ഫൈൻ. അപ്പോൾ ഇനി ആ ഇക്വേഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിൻ്റെ കാൽക്കുലേഷനിലേക്ക് വരിക. അപ്പോൾ ഇതിൽ ഓർക്കേണ്ടത് മുകളിലത്തെ പാർട്ട് ഇൻ ടു ദ പ്ലെയിൻ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ താഴത്തെ പാർട്ട് ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആണ്. അപ്പോൾ കറണ്ട് കൂടിയ ആളുടെ ഫീൽഡിന് വാല്യൂ കൂടുതലായിരിക്കും. കറണ്ട് കൂടുതൽ ഏതാ? മുകളിലത്തേതാണ്. സോ ഓട്ടോമാറ്റിക്കലി അത് ഫീൽഡ് കൂടുതലായിരിക്കും. സോ അവിടുത്തെ നെറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് B1 മൈനസ് B2 ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു B1. അപ്പോൾ √2 μ0, മുകളിൽ I1 കറണ്ട് അല്ലേ, മുകളിൽ I1 എന്ന് പറഞ്ഞാൽ 2I/3 ഇൻറ്റു 4πa മൈനസ് താഴത്തേത് √2 μ0 താഴെ കറണ്ട് I2 അല്ലേ, ദാറ്റ് ഈസ് I/3 ഇൻറ്റു 4πa. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 12πa സെയിം ആണ്. 2√2 μ0I √2 μ0I. അപ്പോൾ അതിൽ √2 μ0I വരും, √2 μ0I വരും. ആൻഡ് അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കാൽക്കുലേഷനിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴേ ഇത് ഒരു വയറിൻ്റെ അല്ലേ ആയിട്ടുള്ളൂ, ഇൻറ്റു 4 ചെയ്താലല്ലേ മൊത്തം ആവുള്ളൂ. അത് നമ്മൾ ചെയ്തില്ല. ഇൻറ്റു 4 ചെയ്താലല്ലേ മൊത്തം ആവുള്ളൂ. അപ്പോൾ ഇൻറ്റു 4, ഈ 4 കട്ടായിപ്പോവും. എന്നിട്ട് അതിൻ്റെ പകുതി. സോ ഇതായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റ വയറിൻ്റെ മാത്രം എടുത്ത് വെച്ചാൽ ഈ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, സോ അപ്പോൾ ഈ ഡിഫറൻസ് വരുമ്പോൾ അപ്പോൾ ഈ 4 താഴത്തെ 4 വരില്ല. സോ ഓട്ടോമാറ്റിക്കലി √2 μ0I/3πa √2 μ0I/3πa. ദാറ്റ് ഈസ് ഓപ്ഷൻ 3. ക്വസ്റ്റ്യൻ നമ്പർ 39 ഓപ്ഷൻ 3. ക്ലിയർ അല്ലേ? അപ്പോൾ ആക്ച്വലി എക്സാമിന് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇപ്പോൾ എനിക്ക് എൻ്റെ ഭാഗ്യത്തിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഞാനത് മാർക്ക് ചെയ്ത് വെച്ചേനെ. അതായത് വന്ന മിസ്റ്റേക്ക് ഇത്രയേ ഉള്ളൂ. കാൽക്കുലേറ്റ് ചെയ്തപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു കണ്ടക്ടറിൻ്റെ ഫീൽഡ് എടുത്തിട്ട് പിന്നെ അത് വെച്ചാണ് ഈ പകുതി കാൽക്കുലേറ്റ് ചെയ്തത്. ടോട്ടൽ സ്ക്വയറിൻ്റെ ഫീൽഡ് ആണെങ്കിൽ ഇൻറ്റു 4 ചെയ്യണ്ടേ. അപ്പോൾ ആക്ച്വലി ഇതാണ് ടോട്ടൽ സ്ക്വയറിൻ്റെ ഫീൽഡ്. അപ്പോൾ പകുതി സ്ക്വയറേ ഉള്ളെങ്കിൽ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഇത് വരും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ആയിരുന്നു ആക്ച്വലി യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഫീൽഡും കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ ആയിരുന്നു ആക്ച്വലി യൂസ് ചെയ്യേണ്ടത്. ഞാൻ അതിന് പകരം ഒരു കണ്ടക്ടറിൻ്റെ വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ലാസ്റ്റ് വന്നപ്പോൾ ഒരു മിസ്റ്റേക്ക്. ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പം നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലായി കാണും ഈ വന്ന മിസ്റ്റേക്ക്. എനിക്ക് ലാസ്റ്റ് ഓപ്ഷൻ വന്നില്ല, അപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മുടെ മെക്കാനിക്സിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഒരു ബോഡി 2 കിലോഗ്രാം മാസുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്, ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഫീൽഡ് ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്, 6 ന്യൂട്ടൺ. പോസിറ്റീവ് Z ആക്സിസിലാണ് ഡയറക്ഷൻ. അപ്പോൾ Z ഡയറക്ഷനിൽ മാത്രമേ ഫോഴ്സ് ഉള്ളൂ. അപ്പോൾ Z മാത്രമേ ആക്സലറേഷൻ ഉള്ളൂ. അപ്പോൾ വെലോസിറ്റിയുടെ X കമ്പോണൻറ്റും Y കമ്പോണൻറ്റും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു 5/3 സെക്കൻഡ് കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ വെലോസിറ്റി എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പം വെലോസിറ്റിയുടെ Z കമ്പോണൻറ്റ് മാത്രമേ ശരിക്കും മാറുന്നുള്ളൂ. ഓക്കെ, സോ ആക്സിലറേഷൻ്റെ Z കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് 6 ബൈ മാസ് 2. സോ ദാറ്റ് ഈസ് ആക്സിലറേഷൻ Z കമ്പോണൻറ്റ് 3. സോ Vz ഈസ് ഈക്വൽ ടു uz പ്ലസ് az ഇൻറ്റു t. Z കമ്പോണൻറ്റ് വെലോസിറ്റി തുടക്കത്തിൽ Z ഡയറക്ഷനിൽ വെലോസിറ്റി ഒന്നുമില്ല. സോ ദാറ്റ് ഈസ് 0. ഇസഡിൻ്റെ ആക്സിലറേഷൻ 3 ആണ്, ഇൻറ്റു ടൈം 5/3 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പുറത്തിറങ്ങുമ്പം Z ഡയറക്ഷനിൽ ഒരു വെലോസിറ്റി 5 ആണ്. സോ പുറത്തിറങ്ങുമ്പോഴുള്ള ഫൈനൽ വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റിയുടെ X കമ്പോണൻറ്റും Y കമ്പോണൻറ്റും യാതൊരു മാറ്റവും വരില്ല. വെലോസിറ്റിയുടെ X കമ്പോണൻറ്റും Y കമ്പോണൻറ്റും യാതൊരു മാറ്റവും വരില്ല. Z ഡയറക്ഷനിൽ പുതിയൊരു കമ്പോണൻറ്റും കൂടി വരും, ദാറ്റ് ഈസ് 5. സോ ഓപ്ഷൻ 2 വരും. ക്വസ്റ്റ്യൻ നമ്പർ 40 ഓപ്ഷൻ 2. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ.
ഫ്രം ദ സെയിം ഏരിയ. രണ്ട് ബോൾസും ഒരേ മാസ്സാണ്, ഇനീഷ്യൽ വെലോസിറ്റി സെയിം ആണ്, സെയിം മാസ് ആൻഡ് സെയിം ഇനീഷ്യൽ വെലോസിറ്റി, projected at different angles in such a way that maximum height reached by first ball is 8 times higher than that of the second ball. അങ്ങനെയാണെങ്കിൽ അവരുടെ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ റേഷ്യോ എന്ത് വരുമെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ടൈം ഓഫ് ഫ്ലൈറ്റും മാക്സിമം ആയിട്ടുള്ള റിലേഷൻ ഉണ്ട്. ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 8h/g എന്നൊരു റിലേഷനുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ റേഷ്യോ T1/T2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് h1/h2 ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ദ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ ഫസ്റ്റ് ബോൾ. അപ്പോൾ ഈ റേഷ്യോ 8 ആണ്. സോ ദാറ്റ് ഈസ് യുവർ ആൻസർ ഈസ് 2√2 വരും. യുവർ ആൻസർ ഈസ് 2√2, ദാറ്റ് ഈസ് ഓപ്ഷൻ 1 വരും. ഓപ്ഷൻ 1. ഫസ്റ്റ് ബോൾ പോയ ഹൈറ്റ് 8 ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സോ √8, ദാറ്റ് ഈസ് 2√2. 41 ഓപ്ഷൻ 1. നെക്സ്റ്റ് 42, വേവ്സിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം. ഐ തിങ്ക് വേവ്സിൽ നിന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ. ദ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് ഓഫ് എ വേവ്, ദാറ്റ് ഈസ് രണ്ടുപേരെ സൂപ്പർപോസ് ചെയ്യുന്നു. ആംപ്ലിറ്റ്യൂഡും ഫേസുമാണ് വേണ്ടത്. ആംപ്ലിറ്റ്യൂഡും ഫേസുമാണ് വേണ്ടത്. ഓക്കെ, അപ്പം റിസൾട്ടൻ്റ് ഫേസും ആംപ്ലിറ്റ്യൂഡ് ഈ രണ്ടും തമ്മിലുള്ള ഫേസ്, ആദ്യത്തെ ആളുടെ ആംപ്ലിറ്റ്യൂഡ് 4ഉം രണ്ടാമത്തെ ആളുടെ 2ഉം ആണ്. രണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 120 ഡിഗ്രിയാണ്, പ്ലസ് 2π/3. അപ്പോൾ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂട്ട് ഓഫ് A1 സ്ക്വയർ 4 സ്ക്വയർ 16 പ്ലസ് A2 സ്ക്വയർ 2 സ്ക്വയർ 4 പ്ലസ് 2A1A2 സോ റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1A2 cos 5. അപ്പോൾ cos 120 ഇൻറ്റു cos 120. ഓക്കെ, സോ ദാറ്റ് ഈസ് റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് A ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 പ്ലസ് 4 20 പ്ലസ് 4 × 2 8, 8 × 2 16, cos 120 മൈനസ് 1/2 ആണ്. cos 120 മൈനസ് 1/2 ആണ്. സോ 2 16 8. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √12 വരും. √12 എന്ന് പറയുമ്പോൾ 4 × 3, ദാറ്റ് ഈസ് 2√3. ദാറ്റ് ഈസ് 2√3. അപ്പോൾ അതാണ് റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ്. ഇനി റിസൾട്ടൻ്റ് ഫേസ് വേണം. അതിന് നമുക്ക് ടാൻ തീറ്റ ഇക്വേഷൻ യൂസ് ചെയ്യാം. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു A2 sin 5. A2 രണ്ടാമത്തെ ആൾ A2 sin 5 ബൈ A1 പ്ലസ് A2 cos 5. A1 പ്ലസ് A2 cos 5. സി നമ്മൾ സെയിം ഇക്വേഷൻ നമ്മൾ വെക്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന അതേ ഇക്വേഷൻ തന്നെ, ടാൻ ആൽഫ എന്ന് പറയും പഠിച്ചിട്ടില്ലേ, അതേ ഇക്വേഷൻ തന്നെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു sin 120 എന്ന് പറയുമ്പോൾ നമുക്കറിയാം cos 30 ആണ്. √3/2 ദാറ്റ് ഈസ് 4 പ്ലസ് cos 120 മൈനസ് 1/2 ആണ്. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പം -1 വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √3/3 വിച്ച് ഈസ് 1/√3 എന്ന് വരും. അപ്പോൾ 1/√3 വരണമെങ്കിൽ തീറ്റ നമുക്കറിയാം എന്താ 30, അതായത് π/6 വരണം. അപ്പോൾ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് π/6ഉം റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് 2√3ഉം റിസൾട്ടൻ്റ് ഫേസ് π/6ഉം വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ 4. 42 ഓപ്ഷൻ 4. ഓക്കെ, കമ്മിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഈ ഷിഫ്റ്റിലെ ഫിസിക്സിൻ്റെ 18ാമത്തെ ചോദ്യമാണ്. വേവ് ഒപ്റ്റിക്സ്. ഐ തിങ്ക് വേവ് ഒപ്റ്റിക്സ് ഇന്ന് ഫസ്റ്റ് ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നു അല്ലേ. ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ദ സോഴ്സ് ഈസ് വൈറ്റ് ലൈറ്റ്. അപ്പോൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എന്ന് പറയുമ്പോൾ 2 സ്ലിറ്റ് ഉണ്ട്. അപ്പോൾ അതിലൊരു സ്ലിറ്റ് റെഡ് ഫിൽറ്റർ വെച്ച് കവർ ചെയ്തു. അപ്പം ഇനി ആ സ്ലിറ്റിൽ നിന്ന് റെഡ് കളറാണ് വരുന്നത്, മറ്റേത് ഗ്രീൻ ഫിൽറ്റർ. അപ്പോൾ നമ്മുടെ ഒരു സ്ലിറ്റിൽ നിന്ന് റെഡും മറ്റേ സ്ലിറ്റിൽ നിന്ന് ഗ്രീനും വരികയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ഒരു പാറ്റേൺ കിട്ടില്ല, കാരണം 2 ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തുകളല്ലേ. കറക്റ്റ് ഒരു പാറ്റേൺ കിട്ടില്ല. ഈ റെഡിൻ്റെയും ഗ്രീനിൻ്റെയൊക്കെ അവരുടെയൊക്കെ ഇൻഡിവിജ്വൽ ബാൻഡ് വിഡ്ത്തുകളും ഡിഫറൻ്റ് ആണ്. അപ്പോൾ കറക്റ്റ് ഒരു പാറ്റേൺ നമുക്ക് കിട്ടില്ല. സോ ഫസ്റ്റ് ഓപ്ഷൻ ദർ ഷാൾ ബി ആൻ ഇൻ്റർഫറൻസ് പാറ്റേൺ ഫോർ റെഡും ഗ്രീനും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് പാറ്റേൺ കിട്ടും. തെറ്റാണ്, കിട്ടില്ല, എല്ലാം കൂടെ ഓവർലാപ്പ് ചെയ്ത് കിടക്കും. ദർ ഷാൾ ബി നോ ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ്, അതാണ് കറക്റ്റ്.
ദർ ഷാൾ ബി ഓൾട്ടർനേറ്റ് ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ. അങ്ങനെ കറക്റ്റ് കിട്ടില്ല അത്, കാരണം രണ്ടിൻ്റെ ബാൻഡ് വിഡ്ത്ത് ഒന്നും ഈക്വൽ അല്ല. ദർ ഷാൾ ബി ആൻ ഇൻ്റർഫറൻസ് പാറ്റേൺ വെയർ ഈച്ച് ഫ്രിഞ്ചസ് പാറ്റേൺ സെൻറ്റർ ഈസ് ഗ്രീൻ ആൻഡ് ഔട്ടർ എഡ്ജസ് ഈസ് റെഡ്. സി അങ്ങനെ കിട്ടില്ല. സോ ഓപ്ഷൻ 2, 43 ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19, ന്യൂക്ലിയസ് ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ്. ആറ്റംസ് ആൻഡ് ന്യൂക്ലിയ. ഫോർ എ ന്യൂക്ലിയസ് ഓഫ് മാസ് നമ്പർ എ, റേഡിയസ് ആർ, മാസ് ഡെൻസിറ്റി. ന്യൂക്ലിയസിൻ്റെ റേഡിയസ് അല്ല, ന്യൂക്ലിയസിൻ്റെ മാസും അല്ല, ഡെൻസിറ്റിയാണ്. നമുക്കറിയാം ന്യൂക്ലിയസിൻ്റെ ഡെൻസിറ്റി ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, അത് മാസ് നമ്പറിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓപ്ഷൻ 4 ആണ്. ഒരു തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. 44 ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20, നമ്മുടെ ഒബ്ജക്റ്റീവിൻ്റെ ലാസ്റ്റ്, കാരണം ഇത് കഴിഞ്ഞ് ഇനി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ. സോ ഒരു ബ്ലോക്ക് ഉണ്ട്, അതിൻ്റെ മാസ് 2 കിലോഗ്രാം ആണ്. ഈസ് അറ്റാച്ച് ടു, ഒരു സ്പ്രിങ്ങിൻ്റെ അറ്റത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈസ് ഫിക്സ്ഡ് അറ്റ് എ വോൾ, ഒരു ഹൊറിസോണ്ടൽ ടേബിളിൽ മൂവ് ചെയ്യുന്നു. സ്പ്രിങ്ങിൻ്റെ നാച്ചുറൽ ലെങ്ത് 2 മീറ്റർ ആണ്. നമ്മൾ ദ ബ്ലോക്ക് ഈസ് പുഷ്ഡ് സച്ച് ദാറ്റ് ദ ലെങ്ത് ഓഫ് ദ സ്പ്രിങ് ബിക്കംസ് 1 മീറ്റർ. സി സ്പ്രിങ്ങിൻ്റെ നാച്ചുറൽ ലെങ്ത് ഈ സ്പ്രിങ്ങിൻ്റെ നാച്ചുറൽ ലെങ്ത് 2 മീറ്റർ ആണ്. ഇതിനെ നമ്മളൊന്ന് പുഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ വന്നു. ഈ ബ്ലോക്ക് ഇപ്പോൾ ഇവിടെ ആണ് കേട്ടോ, ബ്ലോക്ക് ഇവിടെയാണ്. സോ ദാറ്റ് ഇപ്പം സ്പ്രിങ്ങിൻ്റെ നീളം 1 മീറ്റർ ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത്ത് 1 മീറ്റർ വന്നു. ഇപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത്ത് 1 മീറ്റർ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അതിനെ നമ്മൾ റിലീസ് ചെയ്ത് ദണ്ട് ഇടയ്ക്കൊരു പൊസിഷനിലെത്തി. റിലീസ് ചെയ്ത് ദണ്ട് ഇവിടെ ഒരു പൊസിഷൻ. ഇപ്പം ബ്ലോക്ക് ഇവിടെയാണ്, കറൻ്റ്ലി ഇവിടെയാണ്. സ്പ്രിങ്ങിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ എക്സ് ആണ്. സ്പ്രിങ്ങിൻ്റെ ലെങ്ത്ത് കറൻ്റ്ലി എക്സ് ആണ്. ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി അത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ആയിരുന്നു, അത് നാച്ചുറൽ ലെങ്ത്തിലായിരുന്നു. പുഷ് ചെയ്ത് ഇവിടം വരെ കൊണ്ടുവന്നു, റിലീസ് ചെയ്തു. അപ്പോൾ റിലീസ് ചെയ്ത് തിരിച്ചത് ഇവിടം വരെ എത്തി. ഈ സമയത്തെ വെലോസിറ്റി എന്താണെന്നാണ് ചോദ്യം. നമുക്കറിയാം മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ എടുത്താൽ മതി. അപ്പം ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറണം. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ആദ്യം പൊട്ടൻഷ്യൽ എനർജി ½ എക്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് അല്ലേ. സി ആദ്യം ചേഞ്ച് ഇൻ ലെങ്ത് 1 മീറ്റർ ഉണ്ടായിരുന്നു, മൈനസ് ½ സി ആദ്യം ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി ½ ഇൻറ്റു 1/². ഇപ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ എനർജി ഇതാണ് ചേഞ്ച് ഇൻ ലെങ്ത്. ഇപ്പം കറൻ്റ്ലി ഇതാണ് ചേഞ്ച് ഇൻ ലെങ്ത്. ½ ഇൻറ്റു 2 - x/² ദാറ്റ് ഈസ് ഈക്വൽ ടു ½ mv². എത്ര പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞോ അത്രയും കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി അതിവിടെ അല്ലേ. അപ്പോൾ ഇതാണ് ചേഞ്ച് ഇൻ ലെങ്ത്ത്, അത് 1 മീറ്റർ വരും. ആൻഡ് കറൻ്റ്ലി ഇപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്, അത് 2 - x ആണ്. സോ കെയുടെ വാല്യൂ എല്ലാം തന്നിട്ടുണ്ടോ? സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് 200 ആണ് തന്നിട്ടുണ്ട്. സോ 200/2 100 മൈനസ് 200/2 100 ഇൻറ്റു 2 - x² ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു മാസ് 2 ആണ് ഇൻറ്റു v². 2 കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 100 പുറത്തെടുക്കാം. 100 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 - 2 - x² ഈസ് ഈക്വൽ ടു v² എന്ന് വരും. സോ ദാറ്റ് ഈസ് 10 ഇൻറ്റു 1 - 2 - x². അതിൻ്റെ റൂട്ട് ഈസ് ഈക്വൽ ടു v എന്ന് വരും. അതിൻ്റെ റൂട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു v. അപ്പോൾ 10 ഇൻറ്റു 1 - 2 - x² ദ ഹോൾ റൂട്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ 2, 45 ഓപ്ഷൻ 2. വർക്ക് എനർജി പവർ ചാപ്റ്ററിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. 45 ഓപ്ഷൻ 2. ഒന്നുമില്ല, ഓപ്ഷനൊക്കെ കാണുമ്പോൾ എന്തോ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തോ ഒരു സംഭവമായിട്ട് തോന്നുമെങ്കിലും ആക്ച്വലി ഒരു സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ, നൗ വി ആർ കമ്മിങ് ടു സെക്ഷൻ ബി. നമ്മുടെ ഇൻറ്റിജർ ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണ്. എഗെയിൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് ഉണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് മാത്രമല്ല കേട്ടോ, ഇവിടെ നമ്മുടെ ഡ്യുവൽ നേച്ചറും വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പിന്നെ വരുന്നുണ്ട് കേട്ടോ. ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്തു ഫ്രം റെസ്റ്റ്, ഇൻഫിനിറ്റ് നോൺ കണ്ടക്റ്റിംഗ് ഷീറ്റ്. ഇൻഫിനിറ്റ് നോൺ കണ്ടക്റ്റിംഗ് ഷീറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫീൽഡ് σ/ε0 മൈനസ് സിഗ്മ. അപ്പം ആക്ച്വലി ആ ഇലക്ട്രോണിനെ അത് റിപ്പൽ ചെയ്യും. അപ്പോൾ ദൂരേക്കായിരിക്കും ഇലക്ട്രോൺ പോകുന്നത്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് വേണ്ടത്.
associated with the electron varies inversely as nth power of time. അങ്ങനെയാണെങ്കിൽ ആ n എന്താണെന്നാണ് ചോദ്യം. സോ നമുക്കറിയാം ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി. ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി. സോ അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡി ബ്രോഗ്ലി വേവ്ലെങ്ത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡി ലാംഡ ബൈ ഡി ടി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് എന്ന് പറയുമ്പോൾ ഡി ലാംഡ ബൈ ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു 1/p. നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം മൈനസ് 1/p² ഇൻറ്റു ഡി പി ബൈ ഡി ടി. അപ്പോൾ ഇതാണ് സാധനം വരുന്നത്. ഇങ്ങനെയാണ് സാധനം വരുന്നത്. 1/x നമുക്കറിയാലോ, ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് 1/x² വരും. സോ ദാറ്റ് ഈസ്, അപ്പോൾ ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഡി ലാംഡ ബൈ ഡി ടി എന്താണെന്നാണ് ചോദ്യം. ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ബൈ പി സ്ക്വയർ ഇൻറ്റു ഡി പി ബൈ ഡി ടി ഫോഴ്സാണ്. ഡി പി ബൈ ഡി ടി ഫോഴ്സാണ്. ഇവിടെ ആക്ച്വലി ആ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഡി ലാംഡ ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എച്ച് ഇൻറ്റു ഈ ഫോഴ്സ് ക്യു ഇ അല്ലേ, ക്യു ഇ ആണ് ബൈ പി സ്ക്വയർ. ഇവിടെ ക്യു ഇലക്ട്രോണിൻ്റെ ചാർജ് കോൺസ്റ്റൻ്റ് ആണ്. ഒരു വലിയ ഷീറ്റല്ലേ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് യൂണിഫോം ഫീൽഡാണ്. അപ്പോൾ ഇയും കോൺസ്റ്റൻ്റ് ആണ്, എച്ച് കോൺസ്റ്റൻ്റ് ആണ്. സോ ദെയർഫോർ ഡി ലാംഡ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്യു ഇ ബൈ എം സ്ക്വയർ വി സ്ക്വയർ. ഓക്കെ, അപ്പം ആക്ച്വലി ഇനി ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഡി ലാംഡ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്യു ഇ ബൈ എം സ്ക്വയർ. ഈ വി സ്ക്വയർ, വി എന്ന് പറയുമ്പം യു പ്ലസ് എ ടി, ഫോഴ്സ് ഫീൽഡൊക്കെ യൂണിഫോം ആയതുകൊണ്ട് ആക്സലേഷൻ യൂണിഫോം ആണ്. അപ്പം വി ഈക്വൽ ടു യു പ്ലസ് എ ടി യൂസ് ചെയ്യാം. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്, അപ്പോൾ യു 0, എ ടി വരും. അപ്പോൾ എ സ്ക്വയർ ടി സ്ക്വയർ, എ സ്ക്വയർ ടി സ്ക്വയർ. ഇത്രയും ആൾക്കാർ ഇവിടെ ആക്ച്വലി കോൺസ്റ്റൻ്റ് ആണ്. ആക്സലേഷൻ കോൺസ്റ്റൻ്റ് ആണ്, കാരണം ഫോഴ്സ് കോൺസ്റ്റൻ്റ് അല്ലേ, ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡി ലാംഡ ബൈ ഡി ടി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/t² എന്ന് കിട്ടിയില്ലേ, കിട്ടിയില്ലേ? അപ്പോൾ ആ nth പവർ, ആ n എന്ന് പറയുന്നത് 2 ആണ്, ആ n എന്ന് പറയുന്നത് 2 ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ അധികം ബുക്കുകളൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ രണ്ടാമത്തെ ഇൻറ്റിജർ ക്വസ്റ്റ്യനിലേക്ക് വരാം. 47 പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. എനിക്കൊന്ന് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ചെയ്യുന്ന രണ്ടാമത്തെ ചോദ്യമാണെന്ന് തോന്നുന്നു അല്ലേ. ഒരു സാമ്പിൾ ഓഫ് ലിക്വിഡ് ഈസ് കെപ്റ്റ് അറ്റ് 1 atmosphere. ഇറ്റ് ഈസ് കംപ്രസ്ഡ് ടു 5 atmosphere, വിച്ച് ലീഡ്സ് ടു ചേഞ്ച് ഇൻ വോളിയം ഓഫ് തന്നിട്ടുണ്ട്. ബൾക്ക് മോഡുലസ് ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ വോളിയം ഓഫ് ലിക്വിഡ് എന്താണെന്നാണ് ചോദ്യം. സോ ബൾക്ക് മോഡുലസ് നമുക്കറിയാം മൈനസ് ഡി പി ബൈ ഡി വി ബൈ വി ആണ്. സോ ദെയർ ഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി പി ഇൻറ്റു വി ബൈ ഡി വി. അപ്പോൾ വി ഈസ് ഈക്വൽ ടു, നമ്മൾ ആ ഡി പിയുടെയും ഡി വിയുടെ ന്യൂമറിക്കൽ വാല്യൂ മാത്രം എടുക്കുകയാണെങ്കിൽ മൈനസ് യു ക്യാൻ ജസ്റ്റ് ലീവ്. സോ വി ഈക്വൽ ടു ബി ഇൻറ്റു ഡി വി ബൈ ഡി പി ദാറ്റ് ഈസ് ഈക്വൽ ടു ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് 2 GPa ആണ്. 2 ഇൻറ്റു ജിഗ 10⁻⁹ 2 GPa. ഡി വി ചേഞ്ച് ഇൻ വോളിയം 0.8 cm3, 0.8 cm3, അതാണ് ചേഞ്ച് ഇൻ വോളിയം. സോ 0.8 ഇൻറ്റു അത് മീറ്റർ ക്യൂബ് ആക്കണം ഇൻറ്റു 10⁻⁻6 ഇൻറ്റു 10⁻⁻6 മീറ്റർ ക്യൂബ് ആക്കണം, ഡിവൈഡഡ് ബൈ ഡി പി ചേഞ്ച് ഇൻ പ്രഷർ. ചേഞ്ച് ഇൻ പ്രഷർ 4 atmosphere ആണ്. ചേഞ്ച് 1 5 ആയി. സോ ദ ചേഞ്ച് ഈസ് 4. സോ 4 atmosphere, 4 ഇൻറ്റു 10⁻⁵ പാസ്കൽ ആക്കണ്ടേ. ഓക്കെ, സോ ദാറ്റ് ഈസ് 10⁵, 10⁹, 10⁴ വരും. So V equal to 0.8 by 2, that is 0.4. 0.4 into 10⁻⁻². അത്രയും മീറ്റർ ക്യൂബാണ്, അത്രയും മീറ്റർ ക്യൂബാണ്. ലിറ്റർ ആക്കണം. അപ്പോൾ ഇൻറ്റു 1000. സോ ദാറ്റ് ഈസ് 4 ലിറ്റർ വരും. 4 ലിറ്റർ. സോ യുവർ ആൻസർ ഈസ് 4. ക്ലിയർ? ഓക്കെ, നൗ കമ്മിങ് ടു എഗെയിൻ നമ്മൾ കപ്പാസിറ്റൻസിനെ കൂടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്താൽ എഗെയിൻ എ ക്വസ്റ്റ്യൻ ഫ്രം
ഇലക്ട്രോസ്റ്റാറ്റിക്സ്. പിന്നെ നമുക്കറിയാമല്ലോ കപ്പാസിറ്ററിൽ നിന്നൊരു ചോദ്യം ഇല്ലാതെ ഒരു പേപ്പർ വരില്ല. സോ കപ്പാസിറ്ററിൽ നിന്നൊരു ചോദ്യം മസ്റ്റാണ്. അപ്പം കപ്പാസിറ്ററിൽ നിന്നാണ് ചോദ്യം. സ്പേസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ പാരപ്ലേറ്റ് കപ്പാസിറ്റർ, പ്ലേറ്റ് ഏരിയ 4 cm², സെപ്പറേഷൻ D, ഫിൽഡ് വിത്ത് യൂണിഫോം ഡയലക്ട്രിക് മെറ്റീരിയൽസ്. ഓക്കെ, ഇതുമായിട്ട് വേറൊരാളെ പാരലായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇവനാരാണെന്ന് നോക്കാം, എന്നിട്ടല്ലേ ഇവൻ്റെ പാരൽ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ ഒരു കപ്പാസിറ്റർ അസ്യൂം ചെയ്യാം, ദാറ്റ് ഈസ് C1, ആൻഡ് ഇവിടെ ഒരു കപ്പാസിറ്റർ C2. ആ രണ്ട് പേര് സീരീസിലല്ലേ. സോ 1/C = അപ്പോൾ C1 C2 ഒന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ C1 is equal to ε0 A/D, ε0 A/D. രണ്ടിൻ്റെയും പ്ലേറ്റ് ഏരിയ ഒക്കെ സെയിം അല്ലേ. വെറും ε0 അല്ല, ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് 5 ഉണ്ട്. ഓക്കെ, ബൈ D, D/2. സോ ദാറ്റ് ഈസ് 10 ε0 A/D. രണ്ടാമത്തേത് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് 3 ε0 A ബൈ അതും D/2 തന്നെ. സോ ദാറ്റ് ഈസ് 6 ε0 A/D. നമുക്ക് ബാക്കിയൊക്കെ ലാസ്റ്റ് വാല്യൂ കൊടുക്കാം. സോ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ C = C1 1/C = 1/C1 plus 1/C2. So 1/C = D/ε0 A പുറത്തെടുത്താൽ ബാക്കി 1/10 plus 1/6. അപ്പോൾ 6 + 10 16/60. ഓക്കെ, അപ്പോൾ C = ε0 A 4 വെച്ച് കട്ട് ചെയ്താൽ 15/4D. ഇനി ഇതിന് വാല്യൂസ് കൊടുക്കാം. ε0 ദാറ്റ് ഈസ് C = ε0 എന്ന് പറഞ്ഞാൽ 8.85 × 10⁻⁻12 ഇൻറ്റു ഏരിയ 4 cm². സോ 4 × 10⁻⁻4 m² ആക്കണ്ടേ SIയിലേക്ക് ആക്കുമ്പോൾ. അയ്യോ, ആ ഡിയും കൂടെ പോന്നോ. ഓക്കെ, ആൻഡ് ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 4 × distance between the plates 1.77 millimeter. So 1.77 × 10⁻⁻3. ഓക്കെ, 4 കട്ട് ചെയ്യാം. ഈ 1.77 എന്ന് പറഞ്ഞാൽ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ 1.77 × 5 ചെയ്താൽ ഈ 1.77 × 5 8.85 ആണ്. × 5 8.85 ആണ്. ഓക്കെ, പിന്നെ 10⁻⁻3 10⁻⁻4 ബാക്കി 10⁻⁻1 വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു C = 15 × 5 അല്ലെങ്കിൽ 5 × 1.5. സി 10⁻⁻1 ഇങ്ങോട്ട് എടുത്താൽ 1.5 ആവും. 5 × 1.5 7.5. അപ്പോൾ 7.5 പൈക്കോഫാരഡ് 7.5 പൈക്കോഫാരഡ് ആണ്. അപ്പോൾ ഇതിനെ അത്രയും തന്നെ വാല്യൂ ഉള്ള വേറൊരാളുമായിട്ട് പാരലാക്കി. പാരലാകുമ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യണ്ടേ. ഇത് 7.5 ഉണ്ട്, നമ്മൾ വേറെ 7.5 ആയിട്ട് അതിനെ കണക്ട് ചെയ്തു. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം ഇറ്റ് വിൽ ബിക്കം 15 പൈക്കോഫാരഡ്. ഇച്ചിരി ചെയ്യാനുണ്ട്, പക്ഷേ എന്നാലും ഔട്ട് ഓഫ് ദി ബോക്സ് ഒന്നുമില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ, പക്ഷേ പേപ്പർ സോൾവ് ചെയ്ത് ലാസ്റ്റ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ സമയത്തിൻ്റെ കൺസ്ട്രെയിൻ വരുമ്പോൾ ചിലപ്പോൾ തെറ്റിക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഓക്കെ, കമ്മിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സോളിഡ് തിൻ ഡിസ്ക് 1 കിലോഗ്രാം റൊട്ടേറ്റിംഗ് അലോങ് ഇറ്റ്സ് ഡയമീറ്റർ, സ്പീഡ് 1800 RPM, ഒരു എക്സ്റ്റേണൽ ടോർക്ക്. ആ ടോർക്ക് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവിടെ ആൽഫയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. 40 സെക്കൻഡ് അപ്ലൈ ചെയ്തു എന്നാണ് പറയുന്നത്. ഡയമീറ്റർ ഓഫ് ദ ഡിസ്ക് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ω1 1800 RPM ആണ് ഇൻറ്റു 2π/60. സോ ഒരു 0 കട്ട് ചെയ്യാം. സോ 2 6 3
സോ 3 180 60. അപ്പോൾ 60 പൈ ആണ് ആദ്യത്തെ ഒമേഗ, അത്രയും റേഡിയൻ പെർ സെക്കൻഡ്. സോ ഫൈനൽ ഒമേഗ എന്ന് പറഞ്ഞാൽ 2100 RPM ആണ്. ഇൻറ്റു 2π/60 0 263. സോ ദാറ്റ് ഈസ് 70 പൈ. അപ്പോൾ 60 പൈ ആയിരുന്നത് 70 പൈ റേഡിയൻ പെർ സെക്കൻഡ് ആയിട്ട് മാറി. അതാണ് ഒമേഗയിൽ വന്ന ചേഞ്ച്. സോ ഫൈനൽ ആംഗുലർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി പ്ലസ് ആൽഫ ടി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ ആംഗുലർ വെലോസിറ്റി 70 പൈ ഈസ് ഈക്വൽ ടു ഇനീഷ്യലി 60 പൈ പ്ലസ് ആൽഫ 40 സെക്കൻഡ്സ് ഇൻറ്റു ടി. സോ ദാറ്റ് ഈസ് 10 പൈ ഈസ് ഈക്വൽ ടു 40 ടി. 10 0 കട്ട് ചെയ്യാം. സോ ടി ഈസ് ഈക്വൽ ടു നമുക്കിവിടെ ആൽഫയല്ലേ അറിയാത്തത്, T40 അല്ലേ. സോ 40 ആൽഫ. സോ ദെയർഫോർ 0 കട്ട് ചെയ്തു. ആൽഫ ഈസ് ഈക്വൽ ടു π/4 വന്നു. ആൽഫ π/4 വന്നു. ഓക്കെ. അപ്പോൾ ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ എന്നുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതങ്ങ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ടോർക്ക് എത്രയാണ്? 25 പൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഈസ് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഒരു ഡിസ്ക് ഡയമീറ്റർ ആക്സിസ്, ഡിസ്കിൻ്റെ ഡയമീറ്റർ ആക്സിസ് m r²/4 ഇൻറ്റു ആൽഫ π/4 ആണ്. ആൽഫ π/4 പൈ കട്ട് ചെയ്യാം. ആൻഡ് ഡിസ്ക് മാസ് 1 കിലോഗ്രാം ആണ്. അപ്പോൾ r² എന്ന് പറഞ്ഞാൽ 25 ഇൻറ്റു 16 ആണ്. സോ r ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 4 20 വരും. റേഡിയസ് 20. 49. ആൻസർ 20. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, വലിയ അത്ര പ്രശ്നമൊന്നുമില്ല. റിജിഡ് ബോഡി ഡൈനാമിക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്കെ. റിജിഡ് ബോഡി ഐ തിങ്ക് രണ്ടാമത്തെ ചോദ്യമാണെന്ന് തോന്നുന്നു അല്ലേ. പക്ഷേ റിജിഡ് ബോഡി എന്ന് വെച്ചാൽ 2 ചോദ്യം ഇറ്റ് വാസ് ഓക്കെ, സിമ്പിൾ. അഗൈൻ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററും നമ്മുടെ റിജിഡ് ബോഡി ഐഡിയാസും ഒക്കെ കൂടെ കമ്പൈൻ ചെയ്തുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കുറേ കഥ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കാണുമ്പം ഇനീഷ്യലി മൈൻഡ് ഒന്ന് ഇതാവും, പക്ഷേ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ പേപ്പറിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചോദ്യമാണ് ഈ സെഷനിലെ. പക്ഷേ സ്റ്റുഡൻസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം ഈ അവസാനത്തെ ക്വസ്റ്റ്യനായിട്ട് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെനക്കേടാണ്. എ ക്യൂബ് ഹാവിങ് എ സൈഡ് ഓഫ് 10 centimeter വിത്ത് അൺനോൺ മാസ് ആൻഡ് 200 gram മാസ് വെയർ ഹങ് അറ്റ് 2. അപ്പോൾ ഒരു അൺനോൺ മാസുള്ള ഒരു ക്യൂബും ഉണ്ട്. ക്യൂബിൻ്റെ സൈഡ് 10 centimeter, പിന്നെ അറിയാവുന്നൊരു മാസമുണ്ട്, 200 gram മാസമുണ്ട്. ഒരു റോഡ് 27 centimeter നീളം. ആ റോഡിൻ്റെ 2 സൈഡിലായിട്ടാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. The road along with the masses are placed on a wedge keeping the distance between the wedge point and 200 gram weight 25 centimeter. ഓക്കെ. നമ്മുടെ റോഡ് ഇങ്ങനെ ഇരിക്കുകയാണേ. നമ്മുടെ റോഡ് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു വെഡ്ജ് വെച്ചിട്ട് ഇവിടെ ഒരു വെഡ്ജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെഡ്ജിൽ നിന്ന് 200 gram അതിലേക്കുള്ളത്. അപ്പം ഇവിടെ ഒരു 200 gram ഇരിപ്പുണ്ടല്ലോ. സോ 200 gram. അപ്പോൾ 200 gram ഉണ്ട്. അത് കിലോഗ്രാം ആക്കി കഴിഞ്ഞാൽ 0.2 kilogram വരും. 0.2 kilogram. കിലോഗ്രാം ആക്കി കഴിഞ്ഞാൽ 0.2 kilogram ഇൻറ്റു അതിൻ്റെ വെയിറ്റ്. അപ്പോൾ ഇവിടുത്തെ 0.2 g അത്രയും വെയിറ്റ് അവിടെ ഉണ്ട്. 0.2 g എന്ന് പറഞ്ഞാൽ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത്രയും വെയിറ്റ് അവിടെ ഉണ്ട്. ഇത് 25 centimeter ആണ്. ഇത് 25 centimeter ആണ്. യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണ്, മറന്നു പോകല്ലേ. ഓക്കെ. അപ്പോൾ ഇപ്പുറത്ത് ബാക്കി ഇത് മൊത്തം 27 centimeter നീളമുണ്ട്. അപ്പോൾ ബാക്കി ഇത് 2 centimeter വരും. ഇത് 2 centimeter വരും. ഇവിടെയാണ് നമ്മുടെ അൺനോൺ മാസുള്ള ക്യൂബ് ഇരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ അൺനോൺ മാസുള്ള ക്യൂബ് ഇരിക്കുന്നത്. നമുക്ക് മാസ് അറിയത്തില്ല ഈ ക്യൂബിൻ്റെ. ഓക്കെ. ഇനീഷ്യലി ദ മാസസ് വെയർ നോട്ട് അറ്റ് ബാലൻസ്. ഇനീഷ്യലി ഇത് ബാലൻസ്ഡ് അല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ബീക്കർ വെച്ച് വെള്ളം അതിൽ പതുക്കെ ഒഴിക്കുന്നു. അറ്റ് ഗിവൺ പോയിന്റ് ദ മാസസ് ബാലൻസ് ആയി. ഹാഫ് വോളിയം ഓഫ് അൺനോൺ മാസ് വാസ് ഇൻസൈഡ് വാട്ടർ. ഇത് ബാലൻസ് ആയത് എപ്പോഴാണെന്നറിയാമോ? ഇതിൻ്റെ പകുതി വോളിയം വെള്ളത്തിനകത്തായപ്പോഴാണ്. ഇത് ബാലൻസ്ഡ് ആയത്. അപ്പം ഈ സൈഡിലെ ഫോഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു
ടെൻഷൻ ടി എന്ന് എടുക്കാം, ഇവിടെ ഒരു ടെൻഷൻ ടി എന്ന് എടുക്കാം. ഓക്കെ, ഇവിടെ ഒരു ടെൻഷൻ ടി എന്ന് എടുക്കാം. പിന്നെ ഈ അൺനോൺ മാസ് അതിൻ്റെ വെയിറ്റ് എം ജി താഴേക്ക്, അൺനോൺ മാസ് അതിൻ്റെ വെയിറ്റ് എം ജി താഴേക്ക്. ചോദ്യം എന്തായിരുന്നു? അൺനോൺ മാസ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അൺനോൺ മാസ് എം ജി താഴേക്ക്, പിന്നെ ഇവിടെ ബോയൻസി എഫ് ബി മുകളിലേക്ക്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് ബാലൻസ്ഡ് ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ സിറ്റുവേഷനിൽ ഇത് ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ടോർക്ക് ബാലൻസ് ചെയ്യണം. ടോർക്ക് ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ 0.2 G ഇൻറ്റു 25 ഈസ് ഈക്വൽ ടു ടെൻഷൻ ടി ഇൻറ്റു 2 സെൻറ്റിമീറ്റർ ഇട്ടാൽ മതി, കാരണം രണ്ട് സൈഡും യൂണിറ്റ് കട്ടായി പോയിക്കോളുമല്ലോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതങ്ങ് കട്ടാവും. അപ്പോൾ ടെൻഷൻ 25 ന്യൂട്ടൺ വരണം. ആ സ്ട്രിങ്ങിൽ ടെൻഷൻ 25 ന്യൂട്ടൺ വരണം. ഓക്കെ, അപ്പോൾ ഇത് ഇക്വിലിബ്രിയത്തിലല്ലേ ആ ക്യൂബ്, അൺനോൺ മാസ്. ആ അൺനോൺ മാസ് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയുമ്പം, അപ്പോൾ ഇതിൽ ഇവന് ടെൻഷൻ ടി മുകളിലേക്കാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ടി പ്ലസ് ബോയൻസി ഈസ് ഈക്വൽ ടു, ടി പ്ലസ് ബോയൻസി ഈസ് ഈക്വൽ ടു ആ ക്യൂബിൻ്റെ വെയിറ്റ് എം ജി. അപ്പം ടി നമുക്ക് 25 ടി 25 സോ 25 പ്ലസ് ബോയൻസി, ക്യൂബിൻ്റെ വോളിയത്തിൻ്റെ പകുതി, ക്യൂബിൻ്റെ സൈഡ് 10 ആണ്. അപ്പോൾ അതിൻ്റെ വോളിയം 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 500 സെൻറ്റിമീറ്റർ ക്യൂബ് ഇൻറ്റു 10⁻⁻6 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു ജി. ഓക്കെ, അതാണ് ബോയൻസി. വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു എം എന്താണെന്നാണ് ചോദ്യം, ഇൻറ്റു ജി. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യണം, വേറെ ഒന്നുമില്ല, അത്രയേ ഉള്ളൂ സീൻ. അത് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ അതിൽ 3 0 10⁻⁻6 അങ്ങ് പൊക്കോളും. സോ 30 ഈസ് ഈക്വൽ ടു 10 എം എന്ന് വരും. സോ എം ഈസ് ഈക്വൽ ടു 3 കിലോഗ്രാം എന്ന് വരും. എം ഈസ് ഈക്വൽ ടു 3 കിലോഗ്രാം. ഓക്കെ, അപ്പോൾ കാണുമ്പോൾ ഒരു ഭയങ്കര ക്വസ്റ്റ്യനായിട്ട് തോന്നുമെങ്കിലും നോക്കി 2-3 സ്റ്റെപ്പിൽ ഉത്തരവായി. എക്സാം ഹോളിൽ പാനിക്കാവാതെ നമ്മൾ സമാധാനമായിട്ട് വായിച്ചു നോക്കിയാൽ ക്വസ്റ്റ്യൻ പെട്ടെന്ന് തീരും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എനിവേ ഏകദേശം ഒരു 1 മണിക്കൂറിൽ ഒരു 1.25 മണിക്കൂറിനടുത്ത് എനിക്കിത് സോൾവ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ആക്ച്വലി 1 അവർ മതി. അപ്പോൾ ഇത് 1 അവർ പെർഫെക്റ്റായിട്ട് തീർക്കാവുന്ന ഒരു പേപ്പറാണ്. എന്തായാലും ഒരു 20 ക്വസ്റ്റ്യനെങ്കിലും മിനിമം എങ്ങനെയായാലും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു പേപ്പറാണ്. ഒരു 80 മാർക്സ്, 70 മുതൽ 80 മാർക്ക് വരെ സുഖമായിട്ട് വലിയ റിസ്ക് ഒന്നും എടുക്കാതെ സ്കോർ ചെയ്യാൻ പറ്റുന്ന, ഫിസിക്സിന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷിഫ്റ്റായിരുന്നു ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഷിഫ്റ്റും അതുപോലൊക്കെ തന്നെ ആയിരിക്കും, അതിനേക്കാൾ വലിയ പ്രശ്നമൊന്നും വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ നിങ്ങൾക്ക് പറഞ്ഞെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവരുടെയും പ്രിപ്പറേഷൻ നല്ലപോലെ നടക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.